താങ്കളുടെ കീഴ്മുതുകയില് തുടങ്ങി കാലിലേക്ക് വരെ പടരുന്ന കൂർമ്മമായതും കത്തുന്നതുമായ വേദന അനുഭവപ്പെടുന്നുണ്ടോ? ഇത് സയാറ്റിക്ക ആയിരിക്കാമെന്നു സാധ്യതയുണ്ട്. ഇത് വളരെ സാധാരണമായ ഒരു പ്രശ്നമാണ്. ഓരോ 4 പേരിലൊരാൾക്ക് ജീവപര്യന്തം ഒരിക്കല് അവസ്ഥ അനുഭവപ്പെടാവുന്നതാണ്. ഈ വേദന താങ്കളുടെ ശരീരത്തിലെ ഏറ്റവും നീളമുള്ളതും വലിയതുമായ സയാറ്റിക് നരമ്പില് ഉളള അമർത്തല്, ക്ഷതം അല്ലെങ്കില് വലിച്ചിഴക്കല് പോലുള്ള കാര്യങ്ങളാല് സംഭവിക്കുന്നു. ഈ നർവ് താളിന്റെ കീഴ്മുതുക മുതല് കാലുകളിലേക്ക് നീളുന്നു. സ്ലിപ്ഡ് ഡിസ്ക് അല്ലെങ്കില് ടൈറ്റ് മസിൽസ് പോലുള്ള കാരണങ്ങള് നർവിനെ അമർത്തുമ്പോള് വേദന, തണുത്തുപോകല് അല്ലെങ്കില് തീരാത്ത ചൂടുള്ള ഓരോമങ്ങള് ശരീരത്തിന്റെ ഒരു വശത്ത് അനുഭവപ്പെടാം. ഇതിനുള്ള കാരണം ഹെർണിയേറ്റഡ് ഡിസ്ക്, സ്പൈനാൽ സ്റ്റെനോസിസ് അല്ലെങ്കില് തെറ്റായ ഇരിപ്പ് ശീലം പോലുള്ളവയായിരിക്കാം. ഇന്നത്തെ കാലത്ത് ഞങ്ങള് ഏറിയ സമയവും കമ്പ്യൂട്ടറിന്റെ മുന്നില് ചെലവഴിക്കുകയാണ്. ശരീരശ്രമം കുറയുന്നതിനാല് സയാറ്റിക്ക പോലെയുള്ള പ്രശ്നങ്ങള് സാധാരണമാണ്. സയാറ്റിക്കയുടെ വേദനയ്ക്കായി അലോപ്പാത്തി ചികിത്സയില് പെയിൻ കില്ലേഴ്സ്, ആന്റി ഇൻഫ്ലാമേറ്ററി ഡ്രഗ്സ്, മസിൽ റിലാക്സൻസ്, ഫിസിക്കൽ തെറപ്പി പോലുള്ളവ പ്രയോജനപ്പെടുത്താറുണ്ട്. വേദന വളരെ കഠിനമായിട്ട് തുടരുകയാണെങ്കില് സർജറി ആവശ്യമാകാം. ഹോമിയോപാത്തി ഒരു സ്വാഭാവിക ചികിത്സാ മാർഗമാണ്. ഇത് ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധശേഷിയെ ഉണർത്തി നിവാരണത്തിന് സഹായിക്കുന്നു. ജാനുവരി 2025 റിസർച്ച് ഗേറ്റില് പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് ഇൻഡിവിജ്വലൈസ്ഡ് ഹോമിയോപാത്തിക് ട്രീറ്റ്മെന്റ് സ്വീകരിച്ച രോഗികൾക്ക് വേദനയില് വമ്പിച്ച മെച്ചപ്പെട്ട മാറ്റമുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. അലോപ്പാത്തിയും ഹോമിയോപാത്തിയും തമ്മിലുള്ള മികച്ച ഘടകങ്ങളെ ചേർത്തെടുത്ത ഇന്റഗ്രേറ്റീവ് ട്രീറ്റ്മെന്റ് വഴി വ്യക്തിക്ക് വേഗത്തിലുള്ള നിവാരണവും ആഴമുള്ള, സുതാര്യമായ മെച്ചപ്പെടലും ലഭിക്കാം. ഈ രീതിയിലൂടെ വേദന കുറയ്ക്കുന്നതിനും വീണ്ടും സംഭവിക്കുന്നത് തടയുന്നതിനും സഹായിക്കുന്നു. സയാറ്റിക്ക വീട്ടില് തന്നെ നിയന്ത്രിക്കാന് സഹായിക്കുന്ന ചില ലളിതമായ മാർഗങ്ങള്: നേരെയിരിക്കുക, താഴേക്ക് കുനിഞ്ഞുകിടക്കുന്നത് ഒഴിവാക്കുക, ദിവസേന നിത്യേനയമായ സാവധാനം നടക്കുന്ന എക്സസൈസസ് ചെയ്യുക, ദീർഘസമയത്തേക്കിരിക്കുമ്പോള് ഇടവേളകളെടുക്കുക, സപ്പോർട്ട് നൽകുന്ന മെത്തയിൽ ഉറങ്ങുക, ശരീരഭാരം നിയന്ത്രണത്തില് സൂക്ഷിക്കുക. വളരെ കൂടുതലായ സയാറ്റിക്ക രോഗികൾക്ക് ശരിയായ ശ്രദ്ധയോടെ ചില ആഴ്ചകൾക്കുള്ളില് വേദനയില് നിന്ന് നിവാരണമാകുന്നു. എന്നാല് പ്രധാന കാരണത്തിന് വേണ്ട പോലെ ശുശ്രൂഷ ലഭിച്ചില്ലെങ്കില് ഇത് വീണ്ടും വരാന് സാധ്യതയുണ്ട്. അതുകൊണ്ടുതന്നെ ഇന്റഗ്രേറ്റീവ് ട്രീറ്റ്മെന്റ് മാർഗം സ്വീകരിക്കുക എപ്പോഴും ഉത്തമമാണ്. ഇത് ആരോഗ്യത്തെ മാത്രമല്ല, നീണ്ടകാലം നിലനിൽക്കുന്ന നിവാരണത്തെ കൂടി ഉറപ്പാക്കുന്നു. താങ്കൾക്കോ താങ്കളെ സ്നേഹിക്കുന്ന ഒരാൾക്കോ സയാറ്റിക്കയുണ്ടെങ്കില് ദയവായി തുടരുന്ന വേദനയുമായി കാത്തിരിക്കാന് വേണ്ട. അലോപ്പാത്തിയും ഹോമിയോപ്പാത്തിയും ചേർന്നുള്ള ഇന്റഗ്രേറ്റീവ് ട്രീറ്റ്മെന്റ് ചികിത്സ പരീക്ഷിക്കുക. എവിടെയാണ് ഇതിന് വിദഗ്ധരായി ചികിത്സ നൽകുന്നവര് ലഭ്യമാകുന്നത്? ഉത്തരം: ഹൈദരാബാദിലുള്ള സിംസ് മെഡിക്കൽ സെന്ററില് ഈ ഇന്റഗ്രേറ്റീവ് ട്രീറ്റ്മെന്റ് ലഭ്യമാണ്. ഇവിടെ രോഗികൾക്ക് അലോപ്പാത്തിയും ഹോമിയോപ്പാത്തിയും ചേർന്നുള്ള ഇന്റഗ്രേറ്റീവ് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നു. ഹോമിയോപ്പാത്തി ഒരു സ്വാഭാവിക, പക്കവശഫലങ്ങളില്ലാത്ത മാർഗമാണ്. കൂടാതെ ഈ ഇന്റഗ്രേറ്റീവ് ട്രീറ്റ്മെന്റ് കുറഞ്ഞത് 6 മാസം തുടർന്നുപയോഗിക്കുന്നത് ശുപാർശ ചെയ്യപ്പെടുന്നു. നേരില് വരാം, അല്ലെങ്കിൽ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുക്കാം. സയാറ്റിക്ക കഠിനമായ വേദനയായി തോന്നിയാലും ശരിയായ സമയത്ത് ശുശ്രൂഷ നൽകിയാല് ഇത് പൂർണ്ണമായി നിയന്ത്രിക്കാവുന്നതാണ്. ഈ സന്ദേശം ഉപകാരപ്രദമായതായി തോന്നിയെങ്കില് ദയവായി ലൈക്ക് ചെയ്യുകയും താങ്കൾക്കറിയാവുന്നവരുമായി ഇത് ഷെയർ ചെയ്യുകയും ചെയ്യൂ. ആരോഗ്യമുള്ള ജീവിതം നയിക്കുക, സന്തോഷമായിരിക്കുക. അടുത്ത സന്ദർശനത്തില് വീണ്ടും കാണാം.